പഴം എടുത്തിട്ടുണ്ട്. ഇത് റോബസ്റ്റ പഴമാണ്, ഏത്തപ്പഴമാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ കുറച്ച് റസ്കിൻ്റെ പൊടി, നമ്മൾ റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് പകരം ബ്രെഡ് ക്രംസ് ആയാലും കുഴപ്പമില്ല. കുറച്ച് മൈദപ്പൊടി വേണം. പിന്നെ തേങ്ങ, കുറച്ച് തേങ്ങ വേണം. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും വേണം. ഇങ്ങനെ പൊളിച്ച് ഇവിടെ ആക്കി. ഗുഡ് ബോയ്. അപ്പം നമ്മൾ പഴം വെച്ചിട്ട് ഒരു നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോണേ, നല്ല മധുരമുള്ളത്. അപ്പോൾ പഴം കട്ട്ലേറ്റ്. അപ്പോൾ നമ്മൾ ഈ പഴം ആദ്യമേ തന്നെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ അരിയാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ 2 പഴം എടുക്കുന്നുണ്ട്. നമുക്ക് 2 പഴം വെച്ച് ഒരു 10-12 കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കട്ട്ലേറ്റ് ആണിത്. കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്നാക്ക്, ഈവനിങ് സ്നാക്ക്. ആ പഴം റെഡിയായി. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നെയ്യ് അപ്പോൾ നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ പഴം ഇടാം. നെയ്യിലേക്കാണ് പഴം ഇടുന്നത് കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ആ നെയ്യ് പഴം വലിച്ചെടുക്കും. അപ്പോൾ ആ നെയ്യിലേക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഴം അപ്പോൾ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യൂ ഷെഫ് ഇഷാൻ. എന്നിട്ട് ചേർക്കണ്ടേ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചാണ്. അതൊരു ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മതിയാവും. നമ്മളുടെ പഴം റെഡി ആയിട്ട് ഉടഞ്ഞ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നെയ്യിൽ. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ ഇച്ചിരി ഗുഡ് ബോയ്. ഇനി മിക്സ് ചെയ്തോ. മിക്സ് ചെയ്ത് മിക്സ് 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 ആൻഡ് മിക്സ് മിക്സ് ആൻഡ് മിക്സ് മിക്സ് ആൻഡ് നമുക്ക് കൈകൊണ്ട് പിടിക്കാം. നമ്മളിങ്ങനെ എടുക്കാം. കുഞ്ഞ് ഉരുളി എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ച് ഞങ്ങൾ കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഉരുളി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെറിയ ഒരു ഇതുപോലെ ഷേപ്പിൽ എടുക്കാം. അപ്പൊ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിവിടെ നമ്മൾ വെച്ചു. അടുത്തത് ഇതുപോലെ എടുത്ത് ചെറിയൊരു ഉരുളി എടുത്തു. ഇങ്ങനെ വെച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് അവൻ തിന്ന് തീർക്കും. എടാ നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അതാരണമാണ് പിള്ളേർക്ക് നല്ല ഇഷ്ടം ഇങ്ങനെ നമ്മൾ നെയ്യ് ചേർത്ത് വെക്കുന്ന. ഇതിപ്പോ വറുക്കാനുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടാവില്ല. വിരിക്കുക. ഇതെല്ലാം കുക്കായിട്ടുള്ള സാധനം തന്നെയാണല്ലോ. ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തിന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. നെയ്യുണ്ട്, റസ്ക് പൊടിയാണ്, പിന്നെ പഴമാണ്. അപ്പൊ കുഞ്ഞു ഉരുളയാക്കി ഉണ്ടാക്കണില്ലേ? നീ ഉണ്ടാക്കണില്ലേ ഷെഫ്? നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ എടുക്ക്. എന്നാ കൈ കാണിക്ക്. ആൻറ്റി കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിള്ളേർക്ക്. ഇങ്ങനെ തിന്നെങ്കിൽ ഇങ്ങനെ തിന്നാലും നല്ലതാ പിള്ളേര്. പഴം നമ്മൾ തമക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ കവലൂസ് കൂടി വെച്ചിട്ട് അതിൻ്റെ ഒരു രീതി തന്നെയാണ്. ഇതിപ്പോൾ കുറച്ച് നമ്മൾ നെയ്യ് ചേർത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ വറുത്തെടുക്കുകയാണ് ചെയ്യണത് ഓയിലിൽ. അപ്പോൾ 2 എണ്ണത്തിൻ്റെ ആ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാം. ഇനി വർക്കുണ്ട്. നമുക്കിത് കൈ ആയിട്ട് വരാം.
കൈ കഴുകണ്ടേ? വാ നമുക്ക് കൈ കഴുകാം. കൈ ഓക്കെ. അപ്പോൾ നമ്മളുടെ കട്ട്ലേറ്റിനുള്ളത് നമ്മൾ പഴം കട്ട്ലേറ്റിന് നമ്മൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 എണ്ണം ഉണ്ട്. പിന്നെ നമ്മൾ അത് മുക്കാനായിട്ട് മുട്ട അല്ല ചേർക്കുന്നത്. ഇത് മൈദമാവിൻ്റെ ഇതാണ്. മൈദപ്പൊടി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ബാറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് മുക്കിയിട്ട് റസ്കിൻ്റെ പൊടിയിൽ മുക്കി ഉണ്ടാക്കുന്നത് സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ചട്ടി ചൂടായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴം ആദ്യം മൈദമാവിൽ മുക്കുക. മൈദ കലക്കി വെച്ച വെള്ളത്തിൽ വെറുതെ കലക്കി വെച്ച മാവിൽ മുക്കിയെടുത്തിട്ട് റസ്കിൻ്റെ പൊടിയിൽ ഇതുപോലെ വെറുതെ ഒന്ന് റോൾ ചെയ്യാം. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് തീ ഏറ്റവും ലോയിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ. സോസ് കൂട്ടി തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം മോന് സോസ് കൂട്ടി തിന്നാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ബ്രെഡോ അല്ലെങ്കിൽ റസ്കോ എന്തെങ്കിലും മതിയാവും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് പോലെ നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളെ ഇഷാൻ കുട്ടിനായിട്ട് ഞങ്ങൾ ഇനിയും വരും അല്ലേ? കുഞ്ഞു ഇങ്ങനെ വീഡിയോസായിട്ട് ഇഷാനോടൊപ്പം ഇനിയും വരും ഞങ്ങൾ. അപ്പോൾ അതുവരെ ബൈ.